ഗൈസ് അഗെയിൻ വെൽക്കം ടു കാൻഡൻ ടോക്സ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെണ്ടക്ക ഫ്രൈ ആണ്. മൊരിച്ച് പരിവിത്തലെല്ലോട്ടം ഉണ്ടാക്കുക, ഒരു ഹെൽത്തി ആയിട്ടുള്ള രീതിയിലാണ് ഉണ്ടാക്കുക. ഇതിന് എല്ലാവരും വെണ്ടക്ക ഫ്രൈ ഉണ്ടാക്കാറുണ്ട് വീട്ടിൽ, പക്ഷേ ഇതിൽ ഞാനൊരു ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യുന്നുണ്ട്. ആ ഇൻഗ്രീഡിയൻറ്റ് ഈ കറീനെ ഇറ്റ് മേക്സ് ദ ഡിഫറൻറ്റ്. ഭംഗിയായിട്ട് വെണ്ടക്കയൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ ടക്ക് 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 കട്ട് ചെയ്തെടുക്കുക, എന്നിട്ട് ചെറിയ പീസസ് ആക്കുക. ഓക്കെ, ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: ഒരു വലിയ സവാളയുടെ പകുതി കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്, 3 പച്ചമുളക്, കുറച്ച് ഇഞ്ചി, ഒരു 2-3 വെളുത്തുള്ളിയുടെ അല്ലികൾ, പിന്നെ ആവശ്യത്തിനുള്ള വേപ്പില, ഉപ്പ്. ഇനി പൊടികളുടെ കാര്യത്തിലാണെങ്കിൽ അതൊരു സസ്പെൻസ് ആണ്. ഇതിൽ നമ്മൾ മുളക് പൊടി യൂസ് ചെയ്യണേയില്ല. നമ്മുടെ വെണ്ടക്കേനെ നമ്മൾ കട്ട് ചെയ്ത് ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഈ കട്ടിങ്ങിൻ്റെ രീതിയിലും പല വീട്ടിലും പല രീതിയിലായിരിക്കും കേട്ടോ. ചിലത് കുറച്ചും കൂടി തിന്നായിട്ട് കട്ട് ചെയ്യും, ചിലർ കുറച്ചും കൂടി നീളത്തിൽ. നമ്മുടെ സമയം അനുസരിച്ച് നമ്മൾ എങ്ങനെയാണോ നമ്മുടെ കുടുംബാംഗങ്ങളെ കഴിപ്പിച്ച് ശീലിപ്പിച്ചേക്കണത് ആ രീതിയിലൊക്കെ. ഓക്കെ, അപ്പം ഞാനൊരു ചെറിയ അത്ര തിന്നാക്കിയിട്ടില്ല, ഇതുപോലെയാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചേക്കണത്. ഇനി വെണ്ടയ്ക്കെന്ന് പറയുന്നത് കുറച്ച് സ്ലൈമി ആയിട്ടുള്ളതാണ്, അല്ലെ, വഴുവഴുപ്പുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ആ ഞോളപ്പൊക്കെ നമുക്ക് കളയണം. അതുകൊണ്ട് ഒരു ഡ്രൈ പാനിലേക്ക്, ചൂടായ പാനിലേക്ക് ഇതിട്ടിട്ട് കുറച്ച് നേരം ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ പാൻ ഇവിടെ വെച്ചിട്ടുണ്ട്, ചൂടായിരിക്കുകയാണ്. അതിലേക്ക് നമ്മുടെ വെണ്ടയ്ക്കേനെ നമ്മൾ ഇട്ട് കൊടുത്തു. നേരം ഇങ്ങനെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. കുറച്ച് തീ കൂടുതൽ വെച്ചിട്ട് ഇളക്കിക്കൊണ്ടിരുന്ന് കഴിയുമ്പോഴേക്കും അതിൻ്റെ ആ ഒരു വഴുവഴുപ്പൊക്കെ മാറിക്കിട്ടും കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ പിന്നെ എണ്ണയൊക്കെ ഇടാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇത് ഇത്തിരി സ്പീഡിൽ ഇളക്കിക്കൊണ്ടിരിക്കും. ഇളക്കി നമ്മുടെ വെണ്ടക്കയുടെ സ്ലൈമി നേച്ചറൊക്കെ മാറിയിട്ടുണ്ട്, വിട്ടുവിട്ടാണ് കിടക്കുന്നതെല്ലാം. ആ വഴുവഴുപ്പൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് എണ്ണ ഇതിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് സവാള, വെളുത്തുള്ളി അരിഞ്ഞത്, ഇഞ്ചി കുറച്ച് അരിഞ്ഞത്, 2-3 പച്ചമുളക് അരിഞ്ഞത്, മഞ്ഞൾപ്പൊടി, ഇത്രയും സാധനങ്ങൾ നമുക്ക് ഇടാം കേട്ടോ. ആയിട്ടുള്ള വെളിച്ചെണ്ണ നമ്മൾ ഇടാൻ പോവുകയാണേ. ഒരു 3 സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ഇടാം കേട്ടോ ഇതിലേക്ക്. ഏകദേശം ഒരു 2-3 സ്പൂൺ വെളിച്ചെണ്ണ നമുക്കിടാം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇവിടെ എടുത്തു വച്ചിരിക്കുന്ന പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, സവാള, ഇതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇട്ട് ഇളക്കുക. ഇനി നമ്മളിതിലേക്ക് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി അങ്ങ് വിതറി കൊടുക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എരിവിന് വേണ്ടി മുളക് പൊടിയല്ല ചേർക്കുന്നത്. ഇപ്പം മിക്ക കറികൾക്കും മുളക് പൊടി അങ്ങനെ ഹൈലി റെക്കമെൻഡഡ് അല്ല. അതിന് പകരം എന്താണ് നമ്മൾ ചേർക്കാൻ പോകുന്നതാണ് അതിൻ്റെ ഹൈലൈറ്റ്. സോ നെക്സ്റ്റ് നമ്മൾ ചേർക്കാൻ പോകുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ് മക്കളെ കുരുമുളക് പൊടി. ഇത് നമ്മളുടെ പച്ചമുളകിൻ്റെ അളവനുസരിച്ച്, വെണ്ടയ്ക്കയുടെ ക്വാണ്ടിറ്റി അനുസരിച്ച്, നമുക്ക് ഇഷ്ടമുള്ള എരിവ് അനുസരിച്ച് ഇത് വേരി ചെയ്യും. അപ്പോൾ കുരുമുളകും കൂടി ചേർത്തിളക്കുക. ഇനി ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടിയുണ്ട്, അത് കുറച്ച് കഴിയുമ്പോൾ ലാസ്റ്റ് ആയിരിക്കും നമ്മൾ ആഡ് ചെയ്യാൻ പോകണം. അതാണ് ഇതിൻ്റെ ഫ്ലേവർ നിശ്ചയിക്കാൻ പോകുന്നത്. സോ ഇത് കുറച്ച് നേരത്തേക്ക് ഇതിങ്ങനെ ഒന്ന് ഇരിക്കട്ടെ കേട്ടോ. എല്ലാം കൂടി ഒരുമിച്ചൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇതിനാവശ്യത്തിന് ഉപ്പ് ചേർക്കണ കാര്യം നിങ്ങൾ മറക്കരുതേ. ഇനിയാണ് മക്കളെ ഹീറോ വരാൻ പോകുന്നത്. ഈ കറിയുടെ തലവര തന്നെ മാറ്റാൻ പോകുന്ന വീരൻ. ഒരു 1/4 ടീസ്പൂൺ വിനെഗർ കൂടി ഇതിലേക്ക് ഒഴിക്കുക. ഇതിൻ്റെ യൂഷ്വൽ ടേസ്റ്റിൽ നിന്ന് ഒരു വേറിട്ട വഴിയിലൂടെയുള്ള ഒരു ടേസ്റ്റ് നമുക്ക് ലഭിക്കും. എല്ലാവർക്കും ഇഷ്ടമാവും ഇത്. ഇതൊന്ന് ഇളക്കി വയ്ക്കുക. ഒരു 2 മിനിറ്റും കൂടി ഒന്ന് ഇരിക്കട്ടെ. അത് കഴിയുമ്പോഴേക്കും നിങ്ങൾക്കത് ഓഫാക്കി സെർവ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ നമ്മൾ മുളക് പൊടി ഇല്ലാതെ ഉണ്ടാക്കുന്ന ഒരു വിശിഷ്ട ലേഡീസ് ഫിംഗർ ഫ്രൈ അല്ലെങ്കിൽ വെണ്ടക്ക ഫ്രൈ ആണ്. എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഫ്രൈ ഈസ് റെഡി ടു സെർവ്. സീ ദ ഡിസൈൻ. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ചെറിയ വെണ്ടക്കയുടെ മാതൃകയിലൊക്കെ ഞാൻ ചെയ്ത് വെച്ചതാണ് കേട്ടോ. സോ പ്ലീസ് ഡു ഫോളോ മൈ ചാനൽ, സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ആൻഡ് ഷെയർ. ഇനിയും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് റെസിപ്പീസായിട്ട് നമുക്ക് കാണാം. ഇതിലെന്തെങ്കിലും സജഷൻസ് ഉണ്ടോ, മോർ റെസിപ്പീസ് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ, വേറെ എന്തെങ്കിലും ചേരുവകൾ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ദയവായി കമൻറ്റ് ചെയ്യുക. ഈസി ടു കുക്ക്, ന്യൂട്രീഷ്യസ്, ബൈ ആൻഡ് ടേസ്റ്റി ഓൾസോ.